ആഹാ, സഹായിക്കാൻ മീരമോളും കൂടിയോ? ആ, ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഇരിക്കട്ടെ. പാചകമൊക്കെ അറിയാവോ? അങ്ങനെ ഇല്ല, അമ്മയെ കുറച്ചൊക്കെ സഹായിക്കാറുണ്ട്, അപ്പൊ അങ്ങനെ കുറച്ച് അറിയാം. ഓഹോ, അപ്പൊ നമുക്ക് അടുക്കള സഹായത്തിന് ഒരാള് കൂടിയായി ഇല്ലേ കനക? കറക്റ്റ് അമ്മ. മീരേ, എന്തോ ഞാൻ തന്നു നീ കാണുന്നേ? ദോശ. ദോശയല്ല, പുട്ട്. എടോ, തനിക്ക് ഇവിടെ വേറെ ഒരു പണിയൂല്ലേ? ഇന്നെന്താ പണി? ശനിയാഴ്ച അല്ലേ? ശരിയാണ്, ഈ ശനിയാഴ്ച ക്ലാസ്സില്ല, പക്ഷെ തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് ഇല്ലേ? അപ്പൊ അന്നത്തേക്കുള്ള വല്ല പിള്ളേർക്കുള്ള കഥയോ എന്തെങ്കിലും ഗെയിംസ് എന്തൊക്കെ പ്ലാൻ ചെയ്തൂടെ? ഇനി സമയമുണ്ടല്ലോ. ഈ സമയമൊക്കെ ഇങ്ങനെയാ പോണത്. പുതിയ ടീച്ചർ അടുക്കള കയറി നിരങ്ങുന്നു. അയ്യടാ, എനിക്കിതിന് വലിയ അത്ഭുതമൊന്നുമില്ല, സ്വാഭാവികമാണല്ലോ. ഈ വീട്ടിൽ ആരും വന്നാലും അടുക്കള വന്ന് പണിയെടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ അമ്മൂമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അടുക്കള എത്ര പേര് സഹായിക്കാനുണ്ടെങ്കിലും അമ്മൂമ്മയ്ക്ക് മതിയാവും. ആ, ഇനി എന്റെ തലയിലോട്ട് കയറിക്കോ. സഹായിക്കാൻ ആള് വേണം പോലും. ലച്ചു, നീ എത്ര ദിവസമായി ആ ബാദലിന്റെ അവിടെ ഇങ്ങോട്ടൊന്ന് തലയിട്ട് നോക്കിയിട്ട്? നീ ഇപ്പൊ എന്റെ തലയിൽ കയറ്. എടാ, നീ എത്ര ദിവസമായി ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട്? ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ നോക്കിട്ട് പോയി. അത് തിന്നാനല്ലേ വന്ന് നോക്കുന്നത്? അല്ല പിന്നെ അമ്മൂമ്മ നോക്കാനല്ലേ പറഞ്ഞോളൂ, അല്ല പിന്നെ ഞാൻ തിരികെ. ടീച്ചറെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവിടുന്ന് വന്നേക്കണേ ഇപ്പൊ? പാലക്കാട്. പാലക്കാട് വന്നല്ലേ? ഓ, പാലക്കാട് നിന്ന് വന്ന ഒരാൾ ഇങ്ങനെ നിക്കണമെങ്കിൽ മധുരയിൽ നിന്ന് ഒരാൾ അവിടെ പെട്ടിരിക്കുകയാണ്. நான் படல இல்ல, நான் இங்கேத்த பாசத்தினால இங்க நிக்கிறேன். അയ്യ പൊന്നെ മതി, ഇനിയിപ്പൊ പാസത്തിൽ പിടിച്ചങ്ങ് കേറും. വയ്യ. മീര, ഇപ്പന്നേ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്ത് കാര്യം ചേച്ചി? ഇത് കാര്യം പറ. അത് ഞങ്ങക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്, നീ അറിയണ എന്തിന്? അതെന്താ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം? എനിക്കറിയണേ. പിന്നെ ഇതേ തുടങ്ങി. അതുകൊണ്ടല്ല, ഈ മേളത്ത് നമ്മുടെ ഡേ കെയറിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് എനിക്കൂടെ അറിയണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാലേ ഡേ കെയറിലെ കാര്യം അല്ല പറയുന്നത്. ഓ, പിന്നെ നമ്മുടെ മറ്റേ അളിയന്റെ കാര്യമായിരിക്കും അല്ലേ? എന്റെ ഗൾഫിലുള്ള. മീര, വാ. വിട്ടെ. ഡേ കെയറിലെ പ്രിൻസിപ്പളൊക്കെ അവിടെ. ഇത് അടുക്കളയാണ്, അടുക്കളയിലെ പ്രിൻസിപ്പൾ ഞാനാ. ഇവിടെ ഞാൻ തീരുമാനിക്കും. ഇപ്പം മീര വരുന്നില്ല, ഞാൻ പറയും വരണ വേണ്ടായൊന്നും. അടുക്കളയിൽ ദോശ ഇവിടെ മീരയ്ക്ക് കാശ് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ നമ്മുടെ ഡേ കെയറിന് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കാശ് കൊടുക്കുന്നുണ്ട്. ലാഭം കിട്ടുമ്പോഴല്ലേ കൊടുക്കുന്നേ? ആ, കൊടുക്കുമല്ലോ. അല്ല, ഇപ്പൊ ഡേ കെയറിന്റെ കാര്യമാണോ സംസാരിക്കാൻ പോണേ? എന്തായാലും ഇപ്പൊ മീര അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും വരുന്നില്ല. ഡേ കെയറിലെ കാര്യം ഞങ്ങൾക്ക് സംസാരിക്കാലോ. അപ്പൊ ഡേ കെയറിലെ കാര്യം മീര വാ. അങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞു? അമ്മൂമ്മ കൈവിട്. അങ്ങോട്ട് മീര വാ. മീര എന്റെ കൂടെ വിട. അമ്മൂമ്മ കൈവിട്. വിട് അമ്മൂമ്മ, വിട. എനിക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഡേ കെയറിലെ കാര്യം സംസാരിക്കരുത്. അമ്മൂമ്മ വീട് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? മീര വരുന്നുണ്ടോ ഇല്ലയോ? വരാം. പാലായി കടഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് കൊണ്ടുപോകും അതിനെ. മീര വരുന്നുണ്ടോ ഇല്ലയോ? വരാം. എന്നാ പിന്നെ ആദ്യമേ അത് പോരായിരുന്നോ? വിളിച്ചപ്പോ ഞാൻ ചെന്നാ പോരായിരുന്നോ? എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണമായിരുന്നോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.